നമസ്കാരം. തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എറണാകുളം വൈറ്റില മേൽപ്പാലത്തിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഫ്ലൈ ഓവറിന്റെ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ചു കയറി. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ മുൻ സൈനികൻ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഓട്ടോ ടാക്സിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. 20 വയസ്സുകാരന്റെ കാലിന് ഗുരുതര പരിക്കേറ്റു. നെല്ലിയാമ്പതിയിൽ കാട്ടാനയെ തുരത്താൻ പുറകെ ഓടുന്ന വളർത്തുനായുടെ ദൃശ്യങ്ങൾ വൈറൽ. മേഖലയിൽ സ്ഥിര സാന്നിധ്യമായി കട്ടക്കൊമ്പൻ. വാർത്തകൾ വിശദമായി. എറണാകുളം വൈറ്റില മേൽപ്പാലത്തിൽ വാഹനാപകടം. ചരക്ക് ലോറി ഫ്ലൈ ഓവറിന്റെ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ചു കയറി. പുലർച്ചെയാണ് അപകടം നടന്നത്. എറണാകുളം വൈറ്റില മേൽപ്പാലത്തിൽ വാഹനാപകടം. ചരക്ക് ലോറി ഫ്ലൈ ഓവറിന്റെ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ചുകയറി. പുലർച്ചെയാണ് അപകടം നടന്നത്. ലോറിയിൽ ഡ്രൈവറും സഹായിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കുകളില്ല. അപകടത്തിൽ ലോറിയുടെ മുൻഭാഗത്തെ ഒരു വശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഹൈവേ അതോറിറ്റിയുടെ അനാസ്ഥയാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാവുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. റോഡിൽ ലൈറ്റുകളോ റിഫ്ലക്ടറുകളോ ഇല്ലെന്നും സർവീസ് റോഡ് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാണെന്നും നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ കാട്ടാനയുടെ പുറകെ ഓടുന്ന വളർത്തുനായയുടെ ദൃശ്യങ്ങൾ വൈറൽ. മേഖലയിലെ സ്ഥിര സാന്നിധ്യമായ കട്ടക്കൊമ്പന് പുറകെ ഓടുന്ന നായയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ കാട്ടാനയുടെ പുറകെയോടുന്ന വളർത്തുനായയുടെ ദൃശ്യങ്ങൾ വൈറൽ. മേഖലയിലെ സ്ഥിര സാന്നിധ്യമായ കട്ടക്കൊമ്പന് പുറകെയോടുന്ന നായയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സീതാർകുണ്ട് വ്യൂ പോയിന്റ്സിലേക്ക് പോകുന്ന വഴിയിൽ പോപ്സ് എസ്റ്റേറ്റ് ചെക്ക് പോസ്റ്റ് മേഖലയിലാണ് കട്ടക്കൊമ്പൻ എന്ന കാട്ടാന എത്തിയത്. ആനയ്ക്ക് പുറകെ കുരച്ചുകൊണ്ട് ഓടുന്ന നായയുടെ ദൃശ്യങ്ങൾ സമീപവാസികളായ ചിലരാണ് മൊബൈൽ ഫോണുകളിൽ പകർത്തിയത്. തുടർന്ന് കൊമ്പൻ ഊത്തുക്കുഴി കാട്ടിലേക്ക് കയറിപ്പോയതായാണ് വിവരങ്ങൾ. ആനയ്ക്ക് പുറകെ ഓടുന്ന നായയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടുകയാണ്. നിന്നെ പിടിക്കറ മട്ട ചമ്പൽക്കട്ട ഇവനറിയില്ലോ അതുകൊണ്ടാ അറിയില്ലല്ലോ. വേണ്ട 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 ജമ്പ് വാ ജമ്പ് ജമ്പ് മുൻ സൈനികനെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചെർപ്പുളശ്ശേരി പുലാശ്ശേരി കുന്നത്ത് വീട്ടിൽ 76-കാരൻ നാരായണൻകുട്ടിയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുൻ സൈനികനെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചെർപ്പളശ്ശേരി പുലാശ്ശേരി കുന്നത്ത് വീട്ടിൽ 76-കാരൻ നാരായണൻകുട്ടിയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. പാചകവാതക സിലിണ്ടർ തുറന്ന കുഴൽ ശരീരത്തിലേക്ക് വെച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. നാരായണൻകുട്ടി സൈന്യത്തിൽ 20 വർഷം സേവനമനുഷ്ഠിച്ച ശേഷമാണ് നാട്ടിലെത്തി സ്ഥിരതാമസമാക്കിയത്. സംഭവത്തിൽ ചെർപ്പളശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല. ഓട്ടോ ടാക്സിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്കേറ്റു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ പരിസരത്താണ് അപകടം നടന്നത്. ഓട്ടോ ടാക്സിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്കേറ്റു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ പരിസരത്താണ് അപകടം നടന്നത്. ഇന്നു രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. പത്താങ്കല് സ്വദേശി 21-കാരൻ നവാസിനാണ് കാലിന് ഗുരുതര പരിക്കേറ്റത്. യുവാവിനെ ഉടൻ തന്നെ വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. വടക്കാഞ്ചേരി ഹൈവേ പോലീസ് ഇൻസ്പെക്ടർ ബദറുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചില മത്സരങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതല്ല. ചില പോരാട്ടങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിക്കാനുള്ളതാണ്. കാണാം തനിനിറം ന്യൂസ് ഗോൾ ഗാർഡൻ. ചില മത്സരങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതല്ല. ചില പോരാട്ടങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിക്കാനുള്ളതാണ്. ടൊറന്റോ സ്റ്റേഡിയത്തിൽ പോർച്ചുഗൽ ക്രൊയേഷ്യക്കെതിരെ നോക്കൌട്ട് പോരാട്ടത്തിനിറങ്ങുമ്പോൾ ആ പച്ചപ്പുൽ മൈതാനത്ത് പന്തിനൊപ്പം ഉരുളുന്നത് ഒരു രാജ്യത്തിന്റെ മുഴുവൻ കണ്ണീരും പ്രാർത്ഥനയുമാണ്.
പോർച്ചുഗലിൽ ആ മത്സരം നടക്കുന്നത് ജൂലൈ 3-നാണ്, കൃത്യം 1 വർഷം മുമ്പ്. അതേ ദിവസം സ്പെയിനിലുണ്ടായ ദാരുണമായ കാർ അപകടത്തിലാണ് ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് പോർച്ചുഗലിന്റെ സൂപ്പർ സ്ട്രൈക്കർ ദിയോഗോ ജോട്ട നമ്മെ വിട്ടുപിരിഞ്ഞത്. കേവലം 28-ാം വയസ്സിൽ പൊലിഞ്ഞുപോയ ആ പ്രിയ കൂട്ടുകാരന്റെ 1ാം ചരമവാർഷികത്തിലാണ് പോർച്ചുഗൽ ഇന്ന് തങ്ങളുടെ ഏറ്റവും നിർണായകമായ ലോകകപ്പ് മത്സരത്തിന് കൂട്ടുകിട്ടുന്നത്. ഈ ലോകകപ്പിൽ ജോട്ട ഒപ്പമില്ലായിരിക്കാം, പക്ഷേ ഓരോ നിമിഷവും അദ്ദേഹം ഈ ടീമിനൊപ്പമുണ്ട്. കോച്ച് റോബർട്ടോ മാർട്ടിനസ് തന്റെ സ്ക്വാഡിലെ ഒരു ഹോണററി അംഗമായി ജോട്ടയെ ഇന്നും നിലനിർത്തിയിരിക്കുന്നു. ജോട്ടയുടെ അടുത്ത സുഹൃത്തായ റൂബൻ നെവസ് നാളെ കളിക്കുന്നത് ജോട്ടയുടെ ആ 21ാം നമ്പർ ജേഴ്സി ധരിച്ചാണ്. പോർച്ചുഗീസ് പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോ കളിക്കാർക്ക് സമ്മാനിച്ച ജോട്ടയുടെ പേരെഴുതിയ റിസ്റ്റ് ബാൻഡുകൾ കൈകളിൽ കെട്ടിയാണ് ഓരോ താരവും കളത്തിലിറങ്ങുന്നത്. ജോട്ടയുടെ ഭാര്യ റൂത്ത് കാർഡോസോ അയച്ച വൈകാരികമായ കത്ത് നെഞ്ചിലേറ്റിയാണ് പറങ്കിപ്പട കൂട്ടുകെട്ടുന്നത്. ഡിഫൻഡർ വിറ്റ്നിഹ പറഞ്ഞതുപോലെ ഈ മത്സരം പോർച്ചുഗൽ എന്ന രാജ്യത്തിന് വേണ്ടിയും ജോട്ടയ്ക്ക് വേണ്ടിയും കൂടിയുള്ളതാണ്. ദേശീയ ജേഴ്സിയിൽ 49 മത്സരങ്ങളിൽ നിന്ന് 14 ഗോളുകൾ നേടിയ ഈ വടക്കേ അമേരിക്കൻ ലോകകപ്പിൽ പോർച്ചുഗലിന്റെ മുൻനിരയിൽ ഉണ്ടാകേണ്ടിയിരുന്ന ആ പ്രിയ സഹോദരന് വേണ്ടി അവർ ജീവൻ മരണം പോരാട്ടം നയിക്കും. തീർച്ചയായും ഓർമ്മകളുടെ ഈ കടലിരമ്പം പോർച്ചുഗീസ് താരങ്ങൾക്ക് ഇന്ന് തളർച്ചയല്ല, മറിച്ച് ക്രൊയേഷ്യൻ കോട്ട തകർക്കാനുള്ള 100 മേനി കരുത്താണ് നൽകുക. പ്രിയപ്പെട്ട ദിയോഗോ ജോട്ടയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. സ്പോർട്സ് ഡെസ്ക് തന്നെ. തുടർന്ന് വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിൻ മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.